മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്ന് മുതൽ ഒരു മാസത്തേക്ക് 5AM ക്ലബ്ബ് മൊത്തത്തിലൊന്ന് റീസ്ട്രക്ചർ ആവുകയാണ്. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് എക്സാംസിന്റെ സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാസം 5AM ക്ലബ്ബ് ഫുള്ളി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്തായിരിക്കും? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ NDPCയുടെ എക്സാം വരാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ മെയ് 17 സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം നടക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് 21 സെക്രട്ടേറിയറ്റ് ഓഫ് എക്സാം നടക്കാൻ പോകുന്നു. പിന്നെ 24 ഡിഗ്രി പ്രിലിംസ് വരാൻ പോകുന്നു. അങ്ങോട്ട് എക്സാം എന്താണ്? അപ്പൊ നമ്മൾ ഇത്രയും കാലം നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു? മാക്സിമം കണ്ടന്റ് നമ്മൾ പഠിപ്പിച്ചു. ഇനി അങ്ങോട്ട് എന്താണ്? നിങ്ങളെ കൊണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളിലേക്ക് എത്തുക. ഇതാണ് ക്വസ്റ്റ്യൻസിന്റെ റേഞ്ച്, ഇതാണ് ക്വസ്റ്റ്യൻസിന്റെ നിലവാരം, ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അങ്ങനെ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ് ഈ 5AM ക്ലബിനകത്ത് ഒരു മാസം നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും 5AM ക്ലബിലേക്ക് സ്വാഗതം. ചെറിയൊരു മോട്ടിവേഷണൽ കോട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് തുടങ്ങാം? ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലന്റ്. ഓക്കെ, അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് മക്കളെ. എനിക്ക് ഒരു ടാലന്റും ഇല്ലാത്തൊരു പൊട്ടനാണ് ഞാൻ. സീരിയസ് ആയിട്ട് എനിക്ക് ഒരു കഴിവും എനിക്കില്ല, ഒരു കഴിവും ദൈവം തന്നിട്ടില്ല. പക്ഷേ ഹാർഡ് വർക്ക് മസ്റ്റ് ആണ്. ഇന്ന് സൂപ്പർ നോട്ട്സ് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അടക്കമുള്ള നമ്മുടെ സൂപ്പർ നോട്ട്സിലെ മൊത്തം ടീം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 45-50 ആൾക്കാരുള്ള ഒരു വലിയ ടീമിന്റെ എഫേർട്ടാണ് സൂപ്പർ നോട്ട്സ് ഇത്രയായത്. ഇതിനകത്ത് എന്റെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ടാലന്റ് ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഹാർഡ് വർക്കാണ്. ആ ഹാർഡ് വർക്കാണ് അത് ഉറപ്പായിട്ടും അതിന് റിസൾട്ട് എന്ത് ചെയ്യും? അത് വന്നിരിക്കും. ഒക്കെ അതുപോലെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നന്നായിട്ട് വർക്ക് ചെയ്തോടാ. ഇതിനകത്ത് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് എത്ര കഴിവുണ്ടോ ബാക്കിയൊന്നും ഒരു വിഷയമില്ല. ഒരാളൊരു പ്രോപ്പർ സ്ട്രാറ്റജിയിൽ എത്ര സമയം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നു, എത്ര സമയം അയാൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, എത്ര ടോപ്പിക്കൽ പുതുതായിട്ട് പഠിക്കുന്നു, എത്ര ടോപ്പിക്കൽ മറക്കാതെ റിവൈസ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതിലാണ് ഫുൾ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന എല്ലാവരും എന്താണ്? ആവറേജ് ആൾക്കാരാണ്, ശരാശരി ആൾക്കാരാണ്. അല്ലാതെ നിങ്ങളുടെ കൂടെ പഠിച്ചതിൽ ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ കിട്ടിയ ആൾക്കാരൊക്കെ അവരൊക്കെ വേറെ ഏതെങ്കിലും ഒരു IT കമ്പനിയിലോ ബാക്കി ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ പുറം രാജ്യത്തോ എവിടെയെങ്കിലൊക്കെ അങ്ങ് വെക്കാണ്. ഇതിനകത്തുള്ള ആൾക്കാർ മൊത്തം എന്താണ്? ആവറേജ് ആണ്. ഒരു എക്സാമ്പിൾ പറയട്ടെ, നിങ്ങൾ ഒരുപാട് കോച്ചിങ് സ്ഥലത്തും ബാക്കിയെല്ലാം പോയിട്ടുണ്ടല്ലോ. അവിടെ എവിടെയെങ്കിലും നിങ്ങളുടെ കൂടെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ, നിങ്ങളുടെ കൂടെ സ്കൂളിലോ കോളേജിലോ പഠിച്ചപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഏതെങ്കിലും ഒരു കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ശരിയല്ലേ? മൊത്തം എന്താണ്? ആവറേജ് ആൾക്കാരാണ്, അല്ലെങ്കിൽ വളരെ ബിലോ ആവറേജ് ആൾക്കാരാണ് മൊത്തം ഉള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? മാക്സിമം സമയം നമ്മൾ ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയുടെ സഹായത്തോടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് NDPCയുടെയും ഗ്രൂപ്പ് ഡിയുടെയും ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. NDPCയുടെയും ഗ്രൂപ്പ് ഡിയുടെയും 25 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ജോഗ്രഫിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങളെ കൂടെ പിടിച്ചോളാം. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. എക്സാം ഒക്കെ നിസ്സാരമാണോ? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഒറിജിനേറ്റ്സ് ഫ്രം ദ അമർകാണ്ടക് പ്ലാറ്റു ഇൻ മധ്യപ്രദേശ്? മധ്യപ്രദേശിലെ അമർകാണ്ടക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? മധ്യപ്രദേശിലെ അമർകാണ്ടക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നിങ്ങൾക്കൊരു ഡൗട്ട് വരും, എന്താണ് അമർകാണ്ടക് പ്ലാറ്റു? ഇത്രയും പർവ്വതങ്ങളെ ഒന്ന് മനസ്സിൽ വെച്ചോ. ഇവിടെ ഈ കാണുന്നത് ഇന്ത്യ ആണെന്ന് നിങ്ങൾ സങ്കല്പിച്ചോ മക്കളെ. ഇത് ഇന്ത്യയാണ്. ലഡാക്കും ജമ്മു കാശ്മീരും ചേർന്ന പ്രദേശമായി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത ഈ കാണുന്നത് ഇന്ത്യൻ പെനിൻസുല അല്ലെങ്കിൽ ഉപദ്വീപീയ ഇന്ത്യ. ഇത് ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് സങ്കല്പിക്കാം. നോക്കേ, ഈ വരച്ചിരിക്കുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് വന്നിട്ട് ഇത് വെസ്റ്റേൺ ഘട്ടം അല്ലെങ്കിൽ പശ്ചിമഘട്ടമാണ്. ഈ കാണുന്നത് വന്നിട്ട് ആരാണിത്? പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടമാണ്. ഇവിടെ ഈ കാണുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് ഇത് ഈസ്റ്റേൺ ഘട്ടം അല്ലെങ്കിൽ പൂർവ്വഘട്ടമാണ്. അത് കഴിഞ്ഞ് ഈ കാണുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് ആരാണിത്? ആരവല്ലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മൗണ്ടെയിൻ റേഞ്ച് ആയ ആരവല്ലി. നെക്സ്റ്റ് നോക്കുക, ഇവിടെ ഈ കാണുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് വന്നിട്ട് ഇത് വിന്ധ്യയാണ്. ഓക്കെ, വിന്ധ്യ. അടുത്തത് ഇവിടെ ഈ കാണുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് വന്നിട്ട് ഇത് സാത്പുരയാണ്. ഓക്കെ, സാത്പുര, വിന്ധ്യ, സാത്പുര. അടുത്ത ഇവിടെ ഈ കാണുന്നത് മഹാദിയോ ഹിൽസ് ആണ്. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഞാനിങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത് മഹാദിയോ ഹിൽസ് ആണ്. മഹാദിയോ ഹിൽസ് ആണ്. അത് കഴിഞ്ഞ വിന്ധ്യയ്ക്കും സാത്പുരയ്ക്കും ഇടയ്ക്കുള്ള ഈ പർവ്വതങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്കല റേഞ്ച് എന്ന് പറയുന്നു. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമായി സ്ഥിതി ചെയ്യുന്ന മൈക്കല റേഞ്ച്. ഈ മൈക്കല റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ്. മൈക്കല റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഈ കാണുന്ന അമർകാണ്ടക്. മൈക്കല റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് മധ്യപ്രദേശിലെ അമർകാണ്ടക്. ഈ മധ്യപ്രദേശിലെ അമർകാണ്ടകിൽ നിന്ന് ഉത്ഭവിക്കുന്ന 2 നദികളാണ്. മധ്യപ്രദേശിലെ അമർകാണ്ടകിൽ നിന്ന് ഉത്ഭവിക്കുന്ന 2 നദികളാണ് ആരൊക്കെയാണ്? മധ്യപ്രദേശിലെ അമർകാണ്ടകിൽ നിന്ന് ഉത്ഭവിക്കുന്ന 2 നദികളാണ്. ഒന്ന് ഈ കാണുന്ന നർമ്മദയാണ്. ഒന്ന് നർമ്മദ, രണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഉത്ഭവിക്കുന്ന സോൺ ആണ് നർമ്മദ. പിന്നെ രണ്ടാമത് സോൺ ആണ് നർമ്മദ സോൺ. പിന്നെ ഇവിടുന്ന് തൊട്ടടുത്തുള്ള ഈ മൈക്കല റേഞ്ചിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റൊരു നദിയാണ് മഹാനദി. ഓക്കെ, മഹാനദി. ഈ 3 നദികളും
ഈ ഭാഗത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത് ഉത്ഭവിക്കുന്നത്. സോ അമർകാണ്ടകിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ആരാണ്? ഓപ്ഷൻ എ ഗംഗ, ഓപ്ഷൻ ബി നർമ്മദ, ഓപ്ഷൻ സി ഗോദാവരി ആൻഡ് ഓപ്ഷൻ ഡി കൃഷ്ണ. ആൻസർ ആരാണ്? ആൻസർ വന്നിട്ട് നർമ്മദയാണ്. മധ്യപ്രദേശിലെ അമർകാണ്ടകിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് നർമ്മദ. റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ്. വിന്ധ്യയ്ക്കും സാത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി അതുമാതിരി തന്നെയാണ്, നർമ്മദയാണ്. ഇത് 2016 RRB NTPCയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2, ദ ഹയസ്റ്റ് പീക്ക് ഇൻ സൗത്ത് ഇന്ത്യ. ദ ഹയസ്റ്റ് പീക്ക് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ആരാണ്? ആനമുടിയാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ആനമുടിയാണ്. ഡെക്കാൻ പ്ലാറ്റ്യൂവിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ആനമുടിയാണ്. ഹിമാലയത്തിന് താഴെയുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ആനമുടിയാണ്. അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ നമ്മുടെ വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ആരാണ്? ആനമുടിയാണ്. 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഹൈറ്റ് വരുന്നത്. ഇത് 2022 ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ആരാണത്? ആനമുടിയാണ്. ഓക്കെ, ഈ ആനമുടിയിൽ നിന്ന് ഒറിജിൻ ചെയ്യുന്ന റിവർ ആരാന്നറിയോ? ആനമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് പാമ്പാറാണ്. ആനമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ആരാണ്? പാമ്പാറാണ്. ഓക്കെ, പാമ്പാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് സോൾട്ട് വാട്ടർ ലേക്ക് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സോൾട്ട് വാട്ടർ ലേക്ക് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണ്? അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ആദ്യം ഓടി വരുന്ന എന്തായിരിക്കും എന്നറിയാം? ഇന്ത്യയിലെ ഏറ്റവും വലിയ സോൾട്ട് വാട്ടർ ലേക്ക്. ഇത് സാമ്പാർ അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. സാമ്പാറാണോ അതോ ചിൽക്കയാണോ? അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. ഒരിക്കലും തെറ്റരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോൾട്ട് ലേക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സോൾട്ട് ലേക്ക് ആരാണ്? അത് ചിൽക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോൾട്ട് ലേക്ക് വന്നിട്ട് ചിൽക്കയാണ്. ഓക്കെ, ചിൽക്ക. ഈ ചിൽക്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ് ചിൽക്ക സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോൾട്ട് വാട്ടർ ലേക്കാണ് ചിൽക്ക. ചിൽക്ക ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. ക്വസ്റ്റ്യൻസ് കേട്ടോടാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോൾട്ട് ലേക്ക് ചിൽക്കയാണ്. അത് കഴിഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഗൂൺ ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഗൂൺ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഗൂണും ആര് തന്നെയാണ്? ചിൽക്കയാണ്. അപ്പൊ എന്താണ് സാമ്പാറിന്റെ പ്രത്യേകത? സാമ്പാറിന്റെ പ്രത്യേകത, സാമ്പാർ എവിടെ സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ് സാമ്പാർ സ്ഥിതി ചെയ്യുന്നത്. സാമ്പാറിന്റെ പ്രത്യേകത, സാമ്പാർ ഈസ് ദ മോസ്റ്റ് സോൾട്ടി ലേക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും അധികം ലവണത്വമുള്ള തടാകം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും അധികം ലവണത്വമുള്ള തടാകമാണ് സാമ്പാർ. സാമ്പാർ എവിടെ സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ് സാമ്പാർ സ്ഥിതി ചെയ്യുന്നത്. കാര്യം മരുഭൂമിയിലെ മണ്ണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അലിയുന്ന സോൾട്ടുകൾ കാണപ്പെടുന്ന മണ്ണാണ് ഡെസേർട്ട് സോയിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുപാട് നദികൾ, മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഒരുപാട് നദികൾ ഇവിടെ വന്ന് പതിക്കുന്നു, സാമ്പാറിൽ വന്ന് പതിക്കുന്നു. അപ്പൊ ഈ കൊണ്ടുവരുന്ന സോൾട്ടുകൾ മൊത്തം എവിടെയാണ് വന്ന് അടിയുന്നത്? സാമ്പാറിലാണ് വന്ന് എന്ത് ചെയ്യുന്നത്? അടിയുന്നത്. സോ ചിൽക്ക ഇന്ത്യയിലെ ഏറ്റവും വലിയ സോൾട്ട് ലേക്കാണ്. എന്നാൽ മോസ്റ്റ് സോൾട്ടി ലേക്ക് ആരാണത്? സാമ്പാറാണ്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 2 ലേക്കുണ്ട്. ഒന്നിന്റെ പേര് ചിൽക്കയാണ്, 2ന്റെ പേര് വന്നിട്ട് സാമ്പാറാണ്. രണ്ടാമത്തെ ആരാണ്? രണ്ടാമത്തേത് സാമ്പാറാണ്. 1 ചിൽക്ക, 2 സാമ്പാർ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ 2ലും ഒരു 100 കിലോഗ്രാം ഉപ്പിട്ടായിരുന്നു. ചിൽക്കയിലും ഒരു 100 കിലോഗ്രാം ഉപ്പിട്ടു, സാമ്പാറിലും ഒരു 100 കിലോഗ്രാം എന്ത് ചെയ്തു? ഉപ്പിട്ടു. അപ്പൊ ഇതിനകത്ത് 2ലെയും വെള്ളം എന്തായിട്ട് മാറി? സോൾട്ടി ആയിട്ട് മാറി. ശരിയല്ലേ? ഇതിൽ ഏറ്റവും വലുതാരാണ്? ഇതിൽ ഏറ്റവും വലുതാരാണ്? ചിൽക്കയാണ്. എന്നാൽ സാമ്പാർ ചെറുതായത് കൊണ്ട് തന്നെ ലവണത്വം കൂടുതൽ ആർക്കായിരിക്കും? ഉപ്പിന്റെ സാന്ദ്രത കൂടുതൽ ആർക്കായിരിക്കും? അത് സാമ്പാറിനാണ്. ഇത്രയും ഓർത്തു വെച്ചാൽ മതി, എന്ത് ചെയ്യത്തില്ല, തെറ്റത്തില്ല. മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ലവണ ജലാശയം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻലാൻഡ് സോൾട്ട് വാട്ടർ ലേക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉൾനാടൻ ലവണ ജലാശയം അതുമാതിരി തന്നെയാണ് സാമ്പാറാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ ആരാണ്? ചിൽക്കയാണ് ആൻസർ വരുന്നത്. ഇത് 2020 RRB NTPCയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് വൺ, ദ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ആർ സെപ്പറേറ്റഡ് ബൈ വിച്ച് ചാനൽ? ആൻഡമാനെയും നിക്കോബാറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി ഏതാണ്? ആൻഡമാനെയും നിക്കോബാറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി മക്കളെ നോക്കിയോളാം. ഇത് ആൻഡമാൻ ആണെന്ന് സങ്കല്പിച്ചു. ഒരുപാട് ദ്വീപുകളുണ്ട്, ഞാൻ ഒന്നായിട്ട് വരച്ചെന്നേ ഉള്ളൂ. ഇത് ആൻഡമാൻ ആണ്, ഇത് നിക്കോബാർ ആണ്. ആൻഡമാൻ, നിക്കോബാർ, ആൻഡമാൻ ഐലൻഡ്സും നിക്കോബാർ ഐലൻഡ്സും. ഓക്കെ, അപ്പൊ ഈ ആൻഡമാനെ നിക്കോബാറിനെ നമ്മൾ വേർതിരിക്കുന്ന ഈ ലാറ്റിറ്റ്യൂഡാണ്. ആൻഡമാനെ നിക്കോബാറിനെ നമ്മൾ വേർതിരിക്കുന്ന ഈ അക്ഷാംശമാണ് 10 ഡിഗ്രി നോർത്ത്. ആൻഡമാൻ നിക്കോബാർ നമ്മൾ വേർതിരിക്കുന്ന ഈ ലാറ്റിറ്റ്യൂഡ് ആണ് 10 ഡിഗ്രി നോർത്ത്. 10 ഡിഗ്രി നോർത്ത്. സോ 10 ഡിഗ്രി നോർത്ത് എന്ന ഈ അക്ഷാംശമാണ് ആൻഡമാനെയും നിക്കോബാറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ ഗ്രേറ്റ് 10 ഡിഗ്രി ചാനൽ. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ. റെയിൽവേക്ക് നാണവും മാനവും അന്തസ്സും ഉളുപ്പും ഉണ്ടെങ്കിൽ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. അത്രമാത്രം തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ആൻഡമാനെയും നിക്കോബാറിനെ നമ്മൾ ആൻഡമാനെയും നിക്കോബാറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി ഏതാണത്? 10 ഡിഗ്രി ചാനൽ ആണ്. ഓക്കെ, 10 ഡിഗ്രി ചാനൽ, 10 ഡിഗ്രി ചാനൽ ഓർത്ത് വെച്ചോടാം. 6 ഡിഗ്രി ചാനൽ,
ഇന്ദിര പോയിന്റിനെയും ഇന്തോനേഷ്യയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. 6° ചാനൽ ഇന്ദിര പോയിന്റിനെയും ഇന്തോനേഷ്യ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. 8° ചാനൽ മാൽദീവ്സിനെയും മിനിക്കോയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. 9° ചാനൽ ലക്ഷദ്വീപിനെയും മിനിക്കോയെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. 10° ചാനൽ ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിലാണ് 10° ചാനൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഇത് എപ്പോഴത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 2019 ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദ ലോങ്സ്റ്റ് കോസ്റ്റൽ ലൈൻ? ഇന്ത്യയിൽ ഏറ്റവും അധികം തീരപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ചേക്കില മയിൽ കുറ്റിക്ക് വരെ എന്തറിയാം? ആൻസർ അറിയാം. ഇന്ത്യയിൽ ഏറ്റവും അധികം തീരപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കോസ്റ്റൽ ലെങ്ത് ഉള്ള സ്റ്റേറ്റ് ഗുജറാത്ത് ആണ്. ഓർത്തിരിക്കുക, ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം 7517 കിലോമീറ്റർ ആണ്. ദെൻ ഇന്ത്യൻ പെനിൻസുല അല്ലെങ്കിൽ ഉപദ്വീപ് ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം 6100 കിലോമീറ്റർ ആണ്. ഇന്ത്യൻ പെനിൻസുലയുടെ കോസ്റ്റൽ ലെങ്ത് 6100 കിലോമീറ്റർ. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് തുടങ്ങിയ ദ്വീപുകളുടെ തീരദേശ ദൈർഘ്യം 1400 കിലോമീറ്റർ ആണ്. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് തുടങ്ങിയ ദ്വീപുകളുടെ തീരദേശ ദൈർഘ്യം. ഓക്കെ, ദാൻ ഇന്ത്യയിൽ കടൽ തീരമുള്ള എത്ര സംസ്ഥാനങ്ങളുണ്ട്? 9 സംസ്ഥാനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 1 ഗുജറാത്ത് ആണ്. 2 മഹാരാഷ്ട്ര. 3 ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ. 4 കർണാടക. 5 കേരളം, 6 തമിഴ്നാട്, 7 ആന്ധ്രാപ്രദേശ്, 8 ഒഡീഷ, 9 വെസ്റ്റ് ബംഗാൾ. അങ്ങനെ ഇന്ത്യയിൽ കടൽ തീരമുള്ള 9 സംസ്ഥാനങ്ങളുണ്ട്. അതിൽ ഏറ്റവും അധികം കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ്. 2ാം സ്ഥാനം തമിഴ്നാട്. 2ാം സ്ഥാനം ആരാ? തമിഴ്നാട്. 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശ്. 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശ്. 4ാം സ്ഥാനം മഹാരാഷ്ട്ര. 5ാം സ്ഥാനം കേരളമാണ്. 5ാം സ്ഥാനം കേരളം. ദെൻ കടൽ തീരം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോവയാണ്. കടൽ തീരം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം. സോ ഇവിടെ ആൻസർ ആരാണ്? ഗുജറാത്ത് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെക്കാൻ പ്ലാറ്റൂ ഈസ് പ്രൈമർലി മെയ്ഡ് അപ്പ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് റോക്ക്? ഡെക്കാൻ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്നത് ഏത് തരം ശിലകൾ കൊണ്ടാണ്? ഡെക്കാൻ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്നത് ഏത് തരം ശിലകൾ കൊണ്ടാണ് ഡെക്കാൻ പ്ലാറ്റൂവിനെ നിർമ്മിച്ചേക്കുന്നത്? നമുക്ക് നോക്കാം ഏത് തരം ശിലകൾ കൊണ്ട് ഡെക്കാൻ പീഠഭൂമി നിർമ്മിച്ചേക്കുന്നു. ഈ ഡെക്കാൻ പീഠഭൂമിയുടെ പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. എവിടെയാണ് ഡെക്കാൻ പ്ലാറ്റു വരുന്നത്? നോക്കേ, ഇത് വീണ്ടും നമ്മുടെ ഇന്ത്യയെ ഞാൻ അങ്ങ് വരച്ചങ്ങ് വെച്ചു. ഇത് ഇന്ത്യയാണ്. എവിടെ ഡെക്കാൻ പീഠഭൂമി വരുന്നു? നമുക്ക് നോക്കാം. ഇത് ഇന്ത്യയാണെന്ന് സങ്കല്പിക്കാം. ഇവിടെ ഈ കാണുന്ന ഈ മൗണ്ടൈൻ റേഞ്ച്, ഇത് വെസ്റ്റേൺ ഘട്ടാണ്. ഇത് ഈസ്റ്റേൺ ഘട്ടാണ്. ഇത് സാത്പുരയാണ്. ഈ കാണുന്ന ഈ പീഠഭൂമിയാണ് ഡെക്കാൻ പ്ലാറ്റു. ഇതാണ് ഡെക്കാൻ പ്ലാറ്റു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാറ്റു ഡെക്കാൻ പ്ലാറ്റു ആണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി, ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പ്ലാറ്റു ഡെക്കാൻ പ്ലാറ്റു ആണ്. അഗ്നിപർവ്വതത്തിന്റെ ലാവ ഷീറ്റുകളായി ഒഴുകിയതിന്റെ ഫലമായിട്ടാണ് ആര് ഫോം ചെയ്തിരിക്കുന്നത്? ഡെക്കാൻ പ്ലാറ്റു നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പ്ലാറ്റു ഡെക്കാൻ പ്ലാറ്റു ആണ്. ലാവ ഷീറ്റുകൾ കൊണ്ടാണ് ഡെക്കാൻ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്നത്. ലാവ ഷീറ്റുകൾ കൊണ്ടാണ് ഡെക്കാൻ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ശിലകൾ എന്ത് ശിലകളാണ്? ഇഗ്നിയസ് റോക്ക് ആണ്, ആഗ്നേയ ശിലകളാണ്. അഗ്നിപർവ്വതത്തിന്റെ ലാവ അല്ലെങ്കിൽ മാഗ്മ തണുത്തുറഞ്ഞു രൂപം കൊള്ളുന്ന ശിലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. ഇത് 2021 ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത്, വിച്ച് റിവർ ഈസ് നോൺ ആസ് സോർ ഓഫ് ബീഹാർ? ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം, ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? ദ സോർ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മക്കൾ ആൻസർ ഏതാണ്ടാ? കോസിയാണ്. ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസിയാണ്. കുറച്ച് പോയിന്റ്സ് പിടിച്ചോടാ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി കോസിയാണ്. വിച്ച് ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് റിവർ ഇൻ ഇന്ത്യ? കോസിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി കോസിയാണ്. ദെൻ അത് കഴിഞ്ഞ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ്. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി അതും ആര് തന്നെയാണ്? കോസിയാണ്. ഒരിക്കൽ കൂടെ, ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി, മോസ്റ്റ് ഡേഞ്ചറസ് റിവർ ഇൻ ഇന്ത്യ, കോസി. ദെൻ ദ റിവർ വിച്ച് ഈസ് നോൺ ആസ് സോർ ഓഫ് ഇന്ത്യ, കോസി. ദെൻ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നതും ആരാണ്? കോസിയാണ്. ദെൻ ഉത്തർപ്രദേശിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഖാഖ്രയാണ്. GHA. സോ ദ റിവർ വിച്ച് ഈസ് നോൺ ആസ് സോർ ഓഫ് ഉത്തർപ്രദേശ്, ഖാഖ്ര. ഉത്തർപ്രദേശിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഖാഖ്ര. ഓക്കെ, ഖാഖ്ര. ദെൻ വെസ്റ്റ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദറാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര. ദെൻ കർണാടകയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ധോണിയാണ്. സോർ ഓഫ് കർണാടക എന്നറിയപ്പെടുന്നത് ധോണിയാണ്. ഇത്രയും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ തെറ്റരുത്. എപ്പോഴും ഈ നദികൾ
അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ നദികളെ നമ്മൾ അവിടുത്തെ സോറോ റിവേഴ്സ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സുന്ദർബൻസ്, ഇത് എപ്പോഴത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നടാ? ഈ ക്വസ്റ്റ്യൻ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു, പോട്ടെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ്, ദ സുന്ദർബൻസ് ഡെൽറ്റ ഈസ് ഫോംഡ് ബൈ ദ കോൺഫ്ലുവൻസ് ഓഫ് വിച്ച് റിവർ? ഏതെല്ലാം നദികളുടെ സംഗമിച്ചതിന്റെ ഫലമായിട്ടാണ് സുന്ദർബൻസ് ഫോം ചെയ്തിരിക്കുന്നത്? ഏതെല്ലാം നദികൾ വന്ന് കൂടിച്ചേർന്നതിന്റെ ഫലമായിട്ടാണ് സുന്ദർബൻസ് ഫോം ചെയ്തിരിക്കുന്നത്? നോക്കാവോ നമുക്ക് എന്താ സുന്ദർബൻസിന്റെ പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും വേഗത്തിൽ രൂപം കൊള്ളുന്നതുമായ ഡെൽറ്റയാണ് സുന്ദർബൻസ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ഫാസ്റ്റ് ഫോമിംഗ് ഡെൽറ്റ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും വേഗത്തിൽ രൂപം കൊള്ളുന്നതുമായ ഡെൽറ്റ സുന്ദർബൻസ് ആണ്. ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് സുന്ദർബൻസ് രൂപം കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുമാരാണ് സുന്ദർബൻസ് ആണ്. ദെൻ ലോകത്തെ കണ്ടൽക്കാടുകളിൽ കടുവകളെ കാണാൻ സാധിക്കുന്ന ഒരേ ഒരു ടൈഗർ റിസർവും ഇത് തന്നെയാണ്, സുന്ദർബൻസ് ആണ്. വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി പങ്കുവയ്ക്കുന്ന നാഷണൽ പാർക്കും ഇത് തന്നെയാണ്, സുന്ദർബൻസ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടീ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒന്നുമില്ല, ഇന്ത്യയുടെ ടീ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആസാമാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും അധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാമാണ്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെല്ലാം തന്നെ എന്തുണ്ട്? ടീ കൾട്ടിവേഷൻ ഉണ്ട്. അതിന് ഏറ്റവും അധികം തേയില പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് വന്നിട്ട് ആസാമാണ്. ലോകത്തല്ല, ഇന്ത്യയിൽ ഏറ്റവും അധികം തേയില പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ആസാമാണ്. ഇനി ലോകത്തെ ഏറ്റവും അധികം തേയില കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണെന്നറിയോ? ലോകത്തെ ഏറ്റവും അധികം തേയില കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് ഹാൽഡിയാണ്. ഓക്കെ, ഹാൽഡിയ പോർട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി, അല്ലെങ്കിൽ കൊൽക്കത്ത പോർട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ആ തുറമുഖമാണ് ലോകത്തെ ഏറ്റവും അധികം ടീ എക്സ്പോർട്ട് ചെയ്യുന്ന പോർട്ട്, ഹാൽഡിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ആസാം. ഇത് RRB NTPC 2021 ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് വൺ, ദ താർ ഡെസേർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ പ്രൈമർലി വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ഏത് സംസ്ഥാനത്താണ് താർ മരുഭൂമി കൂടുതലായിട്ടും സ്ഥിതി ചെയ്യുന്നത്? സിമ്പിൾ, 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു ആൻസർ അറിയാം. ആൻസർ എന്താണ്? രാജസ്ഥാനിലാണ് താർ മരുഭൂമിയുടെ ഏറിയ ഭാഗവും എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, രാജസ്ഥാനിലാണ് താർ മരുഭൂമിയുടെ ഏറിയ ഭാഗവും സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാൻ പാകിസ്ഥാൻ ബൗണ്ടറിയിലാണ് ആര് വരുന്നത്? താർ ഡെസേർട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മേജർ പോർട്ട് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റിലെ പ്രധാനപ്പെട്ട തുറമുഖം ഏതാണ്? എന്താണ് വെസ്റ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ? ഓക്കെ, ഇത് ഇന്ത്യയുടെ പെനിൻസുലാർ ഇന്ത്യയാണ്. ഇവിടെയാണ് ആര് വരുന്നത്? വെസ്റ്റ് കോസ്റ്റ് വരുന്നത്. ഇത് ഏത് കോസ്റ്റ് ആണ്? ഈസ്റ്റ് കോസ്റ്റ് ആണ്. ഇതിൽ വെസ്റ്റ് കോസ്റ്റ് ഏതൊക്കെയാണ്? ചെന്നൈ വെസ്റ്റിലാണോ? അല്ല, ചെന്നൈ എവിടെയാണ്? ഈസ്റ്റിലാണ്. ഇവിടെയാണ് ചെന്നൈ വരുന്നത്. വിശാഖപട്ടണം വെസ്റ്റിലാണോ? അല്ല, വിശാഖപട്ടണം എവിടെയാണ്? ഈസ്റ്റിലാണ്. അത് കഴിഞ്ഞ് കൊൽക്കത്ത വെസ്റ്റിലാണോ? അല്ല, കൊൽക്കത്തയും എവിടെയാണ്? ഈസ്റ്റിലാണ്. അപ്പൊ ആൻസർ ആരാണ്? കാണ്ടിലയാണ്. ഗുജറാത്തിലെ കാണ്ടില പോർട്ടാണ്. ഗുജറാത്തിലെ കാണ്ടില പോർട്ടാണ് ഇതിനകത്ത് എവിടെ വരുന്നത്? വെസ്റ്റ് കോസ്റ്റിൽ വരുന്ന ഒരു പോർട്ട്. ഇത് NTPC 2019 ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാവോ? The Western Ghat is also known as. The Western Ghat is also known as. ഓപ്ഷൻ എ സഹ്യാദ്രി, ഓപ്ഷൻ ബി നീലഗിരി, അത് കഴിഞ്ഞ് ഓപ്ഷൻ സി ആണെങ്കിൽ ആരവല്ലി, ഓപ്ഷൻ ഡി ആണെങ്കിൽ വിന്ധ്യ. നമ്മുടെ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? വെസ്റ്റേൺ ഘട്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഓർത്തിരിക്കണം. മഹാരാഷ്ട്ര, കർണാടക, ഗോവ. വെസ്റ്റേൺ ഘട്ട് എത്ര സംസ്ഥാനങ്ങളിലൂടെ പാസ് ചെയ്യുന്നു? വെസ്റ്റേൺ ഘട്ട് പാസ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 1 ഗുജറാത്ത്, ഗുജറാത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. 2 മഹാരാഷ്ട്ര, ഗുജറാത്തിലെ താപ്തി മുതൽ കന്യാകുമാരി വരെയാണ് വെസ്റ്റേൺ ഘട്ട് വ്യാപിച്ചിരിക്കുന്നത്. ഈ വെസ്റ്റേൺ ഘട്ട് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് 1 ഗുജറാത്ത്, 2 മഹാരാഷ്ട്ര, 3 ഗോവ, 4 കർണാടകം, 5 കേരളം, 6 തമിഴ്നാട്. ഈ 6 സംസ്ഥാനങ്ങളിലൂടെയാണ് വെസ്റ്റേൺ ഘട്ട് എന്ത് ചെയ്യുന്നത്? കടന്നു പോകുന്നത്. 6 സംസ്ഥാനങ്ങളിലൂടെ പാസ് ചെയ്യുന്നു. നീളം 1600 കിലോമീറ്റർ ആണ് വെസ്റ്റേൺ ഘട്ടിന്റെ ലെങ്ത് വരുന്നത്. 1600 കിലോമീറ്റർ. ആവറേജ് ഹൈറ്റ് വന്നിട്ട് 1200 മീറ്റർ ആണ് ആവറേജ് ഹൈറ്റ് വരുന്നത്. 1200 മീറ്റർ ആണ് ആവറേജ് ഹൈറ്റ് വരുന്നത്. ദെൻ ആവറേജ് വിഡ്ത്ത് വന്നിട്ട് 100 കിലോമീറ്റർ ആണ് ആവറേജ് വിഡ്ത്ത് വരുന്നത്. ഓക്കെ ആണ്, ക്ലിയർ ആണ്, തെറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് മഹാരാഷ്ട്ര, ഗോവ, കർണാടക 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, ഗോവ, കർണാടക. ഈ 3 സംസ്ഥാനങ്ങളുടെ വെസ്റ്റേൺ ഘട്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്തെന്നറിയപ്പെടുന്നു? സഹ്യാദ്രി എന്നറിയപ്പെടുന്നു. മഹാരാഷ്ട്ര, ഗോവ, കർണാടക ഈ 3 സംസ്ഥാനങ്ങളുടെ വെസ്റ്റേൺ ഘട്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സഹ്യാദ്രി എന്നൊക്കെ അറിയപ്പെടുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ സഹ്യാദ്രിയാണ് ആൻസർ. ഓക്കെ അല്ലടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് നോൺ ഫോർ ദ കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്?
കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് പേര് തന്നെയുണ്ട്. കാഞ്ചൻജംഗ യഥാർത്ഥത്തിൽ ഇതിനെ ഖങ് ചെങ് സോങ്ക നാഷണൽ പാർക്ക് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഈ ഖങ് ചെങ്ക സോങ്ക നാഷണൽ പാർക്ക് അല്ലെങ്കിൽ കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് എവിടെയാണ്? സിക്കിമിലാണ് വരുന്നത്. എന്താണ് ഈ ഖങ് ചെങ് സോങ്ക നാഷണൽ പാർക്കിന്റെ പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് ഖങ് ചെങ് സോങ്ക. കാരണം അതിനുള്ളിലാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ പീക്കായ കാഞ്ചൻജംഗ എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മാറിപ്പോരുത്, ഹിമാലയത്തിനും നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു നാഷണൽ പാർക്ക് ഹെമിസ് ആണ്. ഹിമാലയത്തിന് നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു നാഷണൽ പാർക്ക് ഹെമിസ് ആണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാണത്? ഖങ് ചെങ് സോങ്കയാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഗ്രൂപ്പ് ഡി 2022 ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ആരാണ്? 2016 NDPCയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ആരാണ്? ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. 3 ക്വസ്റ്റ്യൻസ് തെറ്റരുത്. ഒന്ന്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും നീളം കൂടിയ നദി അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ആരാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധുവാണ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് 7 രാജ്യങ്ങളെ ചേർത്താണ് നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാൽദീവ്സ്. ഈ 7 രാജ്യങ്ങളെ ചേർത്ത് നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയാം. ആ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഇൻഡസ് ആണ് അല്ലെങ്കിൽ സിന്ധു ആണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ആരാണ്? ഗംഗയാണ്. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ആരാ? അത് ഗോദാവരിയാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ പെനിൻസുലയിലെ ഏറ്റവും വലിയ നദി, ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ആരാണത്? ഗോദാവരിയാണ്. ഓക്കെ, ഗോദാവരിയാണ്. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. ഓക്കെ, അപ്പൊ തെറ്റരുത്. ഇവിടെ ആൻസർ ആരാണ്? ഗംഗയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ബോക്സൈറ്റ്? ബോക്സൈറ്റ് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ബോക്സൈറ്റ് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് വന്നിട്ട് ഒഡീഷയാണ്. ബോക്സൈറ്റ് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ആരാണത്? ഒഡീഷയാണ്. ഓക്കെ, ഒഡീഷ. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ പ്രൊഡക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റുകളൊക്കെ എന്ത് ചെയ്യുക? മൊത്തം ഒന്ന് നോക്കുക. ഡാൻസ് ഫോംസ് മൊത്തം ഒന്ന് നോക്കുക. മോണുമെന്റ്സ് മൊത്തം ഒന്ന് നോക്കുക. നാഷണൽ പാർക്സ് മൊത്തം ഒന്ന് നോക്കുക. ടൈഗർ റിസർവ് മൊത്തം ഒന്ന് നോക്കുക. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും അധികം അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും അധികം അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ ആണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? വെസ്റ്റ് ബംഗാൾ. 2020 ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫോൾ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം. മക്കളെ ഓർത്ത് വെച്ചോടാം. നമ്മളൊക്കെ പഠിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ജോഗ് അല്ലെങ്കിൽ ഗർസപ്പ് എന്ന് പഠിക്കും. അതല്ല. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫോൾ ഏതാണ്? അത് കുഞ്ചിക്കലാണ്. വരാഹി നദിയിൽ സ്ഥിതി ചെയ്യുന്ന, കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന കുഞ്ചിക്കലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫോള്. 455 മീറ്റർ ഹൈറ്റ് ഉള്ള കുഞ്ചിക്കലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫോള്. 2018 ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ കുഞ്ചിക്കൽ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് വരാഹി റിവർ കർണാടക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫോൾ ഏതാണത്? കുഞ്ചിക്കലാണ്. കുഞ്ചിക്കൽ ഓപ്ഷൻ അകത്തുണ്ടെങ്കിൽ ഏതേ നിങ്ങൾ ചൂസ് ചെയ്യാവും? കുഞ്ചിക്കലെ ചൂസ് ചെയ്യാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ റിവർ ബ്രഹ്മപുത്ര എൻറ്റേഴ്സ് ഇന്ത്യ ത്രൂ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം ഏതാണ്? ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സംസ്ഥാനം ഏതാണ്? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേടാം. ലഡാക്കും ജമ്മു കാശ്മീറും ചേർന്ന പ്രദേശമായി. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സ്റ്റേറ്റ്സ് ആയി. ട്രാൻസ് ഹിമാലയാസിന്റെ 3 റേഞ്ചുകളാണ്. കാരക്കോറം റേഞ്ച്, ലഡാക്ക് റേഞ്ച്, പിന്നെ സസ്കർ റേഞ്ച്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. അതിൽ കാരക്കോറത്തിന്റെ ടിബറ്റിലേക്കുള്ള എക്സ്റ്റൻഷൻ ആണ് കൈലാസ് റേഞ്ച്. കൈലാസ് റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് മൗണ്ട് കൈലാസ്. തൊട്ടടുത്തുള്ള ലേക്കാണ് മാനസ സരോവർ ലേക്ക്. ഈ മാനസ സരോവർ ലേക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ബ്രഹ്മപുത്ര ഇങ്ങനെ ഉത്ഭവിക്കുന്നത്. അല്ലെങ്കിൽ മാനസ സരോവർ ലേക്കിന് സമീപത്തുള്ള ചെമയുങ്താങ് ഗ്ലേഷ്യറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. അങ്ങനെ ബ്രഹ്മപുത്ര നേരെ ചൈനയിലൂടെ അല്ലെങ്കിൽ ടിബറ്റിലൂടെ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് വന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത്. ആ ബ്രഹ്മപുത്ര ഒഴുകുന്ന ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളാണ്. ഒന്ന് അരുണാചൽ പ്രദേശ്. ബ്രഹ്മപുത്ര ഒഴുകുന്ന ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളാണ്. ഒന്ന് അരുണാചൽ പ്രദേശ്, 2 ആസാമാണ്. അരുണാചൽ പ്രദേശിലൂടെ
ആസാമിലൂടെയുമാണ് ആരൊഴുകുന്നത്? ബ്രഹ്മപുത്ര ഒഴുകുന്നത്. അപ്പോൾ ബ്രഹ്മപുത്ര ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? അത് അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. അരുണാചൽ പ്രദേശ് ടിബറ്റിലെ നംച ബർവ എന്ന പർവ്വതത്തെ ചുറ്റി ഒഴുകി. ടിബറ്റിലെ നംച ബർവ എന്ന പർവ്വതത്തെ ചുറ്റി ഒഴുകി ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. നെക്സ്റ്റ് വൺ, ഈസ്റ്റേൺ ഘട്ട് അല്ലെങ്കിൽ പൂർവ്വഘട്ടം ഏത് കോസ്റ്റിന് പാരലൽ ആയിട്ടാണ് റൺ ചെയ്യുന്നത്? ഈസ്റ്റേൺ കോസ്റ്റ് അല്ലെങ്കിൽ കോറമാൻഡൽ കോസ്റ്റിന് പാരലൽ ആയിട്ടാണ് ആര് റൺ ചെയ്യുന്നത്? പൂർവ്വഘട്ടം റൺ ചെയ്യുന്നത്. മക്കളെ ഇത്രയേ ഉള്ളടാ. ഇത് ഇന്ത്യൻ പെനിൻസുലയാണെന്ന് സങ്കല്പിച്ചോ. ഉപദ്വീപ് ഇന്ത്യയാണ്. ഇവിടെ ഈ കാണുന്നത് വന്നിട്ട് ഇത് വെസ്റ്റേൺ ഘട്ടം അല്ലെങ്കിൽ പശ്ചിമഘട്ടമാണ്. ഇവിടെ ഈ കാണുന്നത് ഈസ്റ്റേൺ ഘട്ടാണ്. ഓക്കെ, ഇത് ഈസ്റ്റേൺ ഘട്ടാണ്. അപ്പൊ പലർക്കും ഒരു ഡൗട്ട് വരും, എന്താണ് കോറമാൻഡൽ കോസ്റ്റ്? സോ കോറമാൻഡൽ കോസ്റ്റ് ഇത്രയേ ഉള്ളൂ. ദാ ഈ കാണുന്ന കന്യാകുമാരി മുതൽ കൃഷ്ണ വരെയുള്ള കന്യാകുമാരി മുതൽ കൃഷ്ണ വരെയുള്ള ഇത്രയും ഭാഗം, കന്യാകുമാരി മുതൽ കൃഷ്ണ വരെയുള്ള ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കന്യാകുമാരി മുതൽ കൃഷ്ണ വരെയുള്ള ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ കോറമാൻഡൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ കോറമാൻഡൽ കോസ്റ്റിന് പാരലൽ ആയിട്ടാണ് ആര് റൺ ചെയ്യുന്നത്? ഈസ്റ്റേൺ ഘട്ടം അല്ലെങ്കിൽ പൂർവ്വഘട്ടം എന്ത് ചെയ്യുന്നത്? റൺ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ദ ഷോംപൻ ട്രൈബ്. ഷോംപൻ എന്ന ആദിവാസി വിഭാഗം അല്ലെങ്കിൽ ട്രൈബൽ ഗ്രൂപ്പ് എവിടെ കാണപ്പെടുന്നു? ഷോംപൻ എന്ന ട്രൈബൽ ഗ്രൂപ്പ് കാണപ്പെടുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ജാരവാസ് ആയിക്കോട്ടെ, സെന്റിനൈൽസ് ആയിക്കോട്ടെ, ഷോംപൻ ആയിക്കോട്ടെ, ഈ ട്രൈബൽ ഗ്രൂപ്പ് ഒക്കെ എവിടെ കാണപ്പെടുന്നു? ആൻഡമാൻ നിക്കോബറിൽ കാണപ്പെടുന്നു. സോ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് റിവർ ഫോംസ് ദ ഫേമസ് മാർബിൾ റോക്സ് അറ്റ് ബേദാഘട്ട്? ഈ ബേദാഘട്ട് റീജിയനിലെല്ലാം തന്നെ മാർബിളിനെല്ലാം മുറിച്ച് കടക്കുന്ന ഈ നദിയുടെ പേരാണ് നർമ്മദയാണ് കേട്ടോ. നർമ്മദ പ്രധാനമായിട്ടും മധ്യപ്രദേശിലെ ആ റീജിയനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഒഴുകി അങ്ങ് പോകുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ആരാണ്? നർമ്മദയാണ്. ഓക്കെ, 2017 ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും അധികം കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഇന്ത്യയിൽ ഏറ്റവും അധികം കോള് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും അധികം കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കോൾ സ്റ്റേറ്റ് എന്നും ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നും ഇന്ത്യയുടെ കൽക്കരി സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത്, ഇന്ത്യയുടെ കോൾ സ്റ്റേറ്റ് എന്നും ഇന്ത്യയുടെ മിനറൽ സ്റ്റേറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ജാർഖണ്ഡാണ്. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം, ഇന്ത്യയുടെ കൽക്കരി സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് ജാർഖണ്ഡാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് വന്നിട്ട് ആരാ? ജാർഖണ്ഡാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത 25 ക്വസ്റ്റ്യൻസ്. ഗ്രൂപ്പ് ഡിയുടെ NDPCയുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് സെറ്റ് ആണ്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇനി അങ്ങോട്ട് ഈ മാസം ഫുൾ എന്താണ്? നിങ്ങളെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുക? നിങ്ങളെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇതിനു മുമ്പ് സാവിയാനോ മിസ് ആണെങ്കിൽ 2021 മുതൽ 2024 വരെ നടന്ന 11 ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഫുള്ള് യൂട്യൂബിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിഗ്രി ലെവൽ എക്സാമിന് പോകുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻസ് ഒന്ന് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. അതേപോലെ NDPCയുടെ ഒരു മെഗാ മാരത്തോൺ നമ്മൾ നടത്തിയിട്ടുണ്ട്. NDPCക്ക് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ മാരത്തോണിൽ ഫുള്ള് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങളൊന്ന് കാണുക. ഇനി അങ്ങോട്ടുള്ള ദിവസം നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഇനി ആരും പോയി കിടന്ന് ഉറങ്ങരുത്. പോയി എന്ത് ചെയ്യുക? പോയി അടുത്തൊരു ടോപ്പിക്ക് പഠിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പഠിത്തത്തിൽ തന്നെ ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമായിരിക്കട്ടെ. എല്ലാ വിശ്വാസം നേരുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇന്ന് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക? തകർക്കുക. ഒരു അടിപൊളി ദിവസമായിരിക്കുമെന്ന്. ഓക്കെ, താങ്ക് യു ഓൾ. ബൈ.